വയനാട്ടിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയിലേക്കാണ്. അമ്പലവയൽ നെല്ലാറച്ചൽ സ്വദേശി ഗോകുലാണ് മരിച്ചത്. സ്റ്റേഷനിലെ ശുചിമുറിയിലാണ് യുവാവ് തൂങ്ങി മരിച്ചത്. പെൺകുട്ടിയെ കാണാതായ കേസിൽ ഗോകുലിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. ദീപക് മോഹനുണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും. തത്സമയം ദീപക്, നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിയോ? ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറഞ്ഞത് ഇന്നലെ രാത്രിയിലല്ലേ ഈ പെൺകുട്ടിയെയും യുവാവിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്? അതിനുശേഷം രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇയാൾ പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? ഈ യുവാവിന്റെ ഗോകുലിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഈ സ്റ്റേഷൻ പരിസരത്തുണ്ടോ? ഗോകുലിന്റെ ബന്ധുക്കൾ ആരും തന്നെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലില്ല. രാവിലെയോടുകൂടിയാണ് ഈ യുവാവ് ഗോകുൽ ശുചിമുറിയിലേക്ക് പോവുകയും പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കാണുകയും ചെയ്തത്. നെല്ലാറച്ചൽ സ്വദേശിയാണ്. 18 വയസ്സുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവാണ്. 5 ദിവസം മുൻപാണ് പെൺകുട്ടിക്കൊപ്പം കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ കേസ് അന്വേഷിച്ചിരുന്നു. ഇന്നലെ വനിതാ സെല്ലിൽ കോഴിക്കോട് നിന്ന് ഇവരെ പിടിയിലായി. പിന്നീട് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് നിന്ന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ചന്ദ്രൻ ഓമന ദമ്പതികളുടെ മകനായ ഗോകുല് ഈ ഫുൾ കൈ ഷർട്ടിലാണ് തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി ശുചിമുറിയിലേക്ക് പോയിരുന്നു. പിന്നീട് കാണാതാവുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിലാണ് ഈ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ഗോകുലിൻ്റെ മൃതദേഹം കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോകുലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഗോകുലിൻ്റെ ബന്ധുക്കൾ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവരെ കാണാനില്ലായിരുന്നു. ഈ യുവാവിനൊപ്പം പെൺകുട്ടിയും പോയി എന്നാണ് പോലീസിന് അന്ന് ലഭിച്ച വിവരം. പെൺകുട്ടിക്കൊപ്പം കാണാതായ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്നലെ കോഴിക്കോട് നിന്ന് വനിതാ സെൽ പോലീസിന്റെ പിടിയിലാവുകയും പിന്നീട് പോലീസ് അവരെ യുവാവിന് ഗോകുലിന് എന്തെങ്കിലും സൗഹൃദമോ ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉഭയസമ്മത പ്രകാരം ഈ പ്രായപൂർത്തിയായ പെൺകുട്ടി ഇയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണോ? പെൺകുട്ടിയുമായി യുവാവിന് ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് ഈ ഗോകുലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. 5 ദിവസം മുൻപാണ് ഇവരെ കാണാതായത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗോകുലിൻ്റെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അരുൺ, ഇതിൽ ഈ പെൺകുട്ടിയും ഈ ഗോകുലും ഒരേ ജാതിയിലൊക്കെ പെട്ട ആൾക്കാരൊക്കെ തന്നെയാണോ? കാരണം അവിടെ പല രീതിയിലും പ്രതികരണമുണ്ട്. ഓക്കെ, പ്രതികരണം എടുക്കാം. അരുൺകുമാർ, നമ്മളോടൊപ്പം ഗോകുലിൻ്റെ സഹോദരൻ രാജേഷ് ഉണ്ട്. എപ്പോഴാണ് ഈ ഗോകുലിനെ കാണാതായത് രാജേഷ്? അതിപ്പോൾ ഒരു മാസമായിട്ടാണ് പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞു. എനിക്കത്ര ഇതായി അറിയില്ല. എന്താ സംഭവം, എങ്ങനെയാണ് അറിഞ്ഞപ്പോൾ? അത് സാറ് വിളിച്ച് പറഞ്ഞു, അമ്പലത്തെ സാറ് വിളിച്ച് പറഞ്ഞു. അറിയോ പെൺകുട്ടീനെ നേരത്തെ അറിയോ? പെൺകുട്ടീനെ അറിയില്ല. അരുൺകുമാർ, ഈ ഗോകുലിൻ്റെ സഹോദരൻ രാജേഷാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിവില്ല. കാരണം ഇന്ന് രാവിലെയാണ് ഈ സംഭവം അറിഞ്ഞ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗോകുലിൻ്റെ ബന്ധുക്കൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ സ്റ്റേഷനകത്ത് ഗോകുലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള അമ്മയും മറ്റ് സഹോദരങ്ങളും അകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ആണ് ശുചിമുറിയിലേക്ക് ഗോകുൽ പോയതെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. പക്ഷേ ശുചിമുറിയിൽ ഒരാൾ കയറി ഇത്ര നേരം താമസിച്ചത് എന്താണ് എന്നുള്ളത് പോലീസുകാർ അന്വേഷിച്ചു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുമിച്ചാണല്ലോ കസ്റ്റഡിയിൽ എടുക്കുന്നത് കോഴിക്കോട് നിന്നും. അതിനുശേഷം പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് വിടുകയും ഗോകുലിനെ സ്റ്റേഷനിൽ നിർത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു. അരുൺകുമാർ, അതായത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് കോഴിക്കോട് ഇവർ പിടിയിലാകുന്നത്. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം ആണ് പെൺകുട്ടിയെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. നിലവിൽ ഇപ്പോൾ ഈ ഗോകുലിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് അവർക്ക് ആർക്കും തന്നെ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് അവരിവിടെ എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഗോകുലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. എപ്പോഴാണ് നിങ്ങൾ സംഭവം അറിഞ്ഞത്? കൃത്യമായി വിവരങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. ഗോകുലിന്റെ അമ്മയായിട്ടാണ് സംസാരിക്കുന്നത്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അമ്മയും പിന്നെ ഏടത്തി. ഗോകുലിനെ എത്ര ദിവസം മുമ്പാണ് കാണാണ്ടായത്? ഒരു 2 ആഴ്ച മുന്നേ. ഈ പെൺകുട്ടി ബന്ധുവോ അയൽവാസിയോ മറ്റോ ആണോ? അവന് ഒരു
ഉത്സവത്തിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ഒരു അറിവില്ലായിരുന്നു. പെൺകുട്ടീനെ പറ്റി എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. അരുൺകുമാർ, നിലവിൽ ബന്ധുക്കൾക്ക് പ്രാഥമികമായി പെൺകുട്ടിയെ പറ്റി ഒരു വിവരവും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആണ് ഈ ശുചിമുറിയിലെത്തി യുവാവ് തൂങ്ങി മരിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പോലീസ് സ്റ്റേഷൻ്റെ ശുചിമുറിയിൽ വെച്ചാണ് യുവാവ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ചത്. പെൺകുട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി കൃത്യമായി അറിവില്ല എന്നാണ് ബന്ധുക്കൾ കൂടുതൽ വിവരങ്ങൾ വേണം ദീപക്. കാരണം ഈ പെൺകുട്ടി ഇതേ ഇവരുടെ ബന്ധു അല്ലെങ്കിൽ ഇവരുടെ അതേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യത ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഈ പെൺകുട്ടിയും ഈ ഗോകുലും ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു അല്ലേ? അതെ അരുൺ, അങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ പെൺകുട്ടിയും യുവാവും പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു. കോഴിക്കോട് വനിതാ സെല്ലിൽ നിന്ന് പിന്നീടാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ രാവിലെ ശുചിമുറിയിൽ പോകണം എന്ന കാര്യം അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് കാണാതായതിനെ തുടർന്നാണ് നടത്തിയ പരിശോധനയിൽ ഈ യുവാവ് ഫുൾ കൈ ഷർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ ശുചിമുറിയിൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഗോകുലിൻ്റെ മൃതദേഹം ഇപ്പോൾ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ് അരുൺ. രണ്ട് ആളുകളും ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അലംഭാവം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു സംശയം കൂടി ഈ പെൺകുട്ടിയുമായി ആരെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ഈ യുവാവിനെ കാണാതാകുന്നത് ഒരാഴ്ച മുൻപാണോ അതോ ഒരു മാസം മുൻപാണോ? അരുൺകുമാർ, അതായത് അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ച ഗോകുലിൻ്റെ സഹോദരൻ പറയുന്നത് 2 ആഴ്ച മുൻപാണ് ഈ പെൺകുട്ടി ഈ ഗോകുലിനെ കാണാതായത് എന്നാണ്. പക്ഷേ പോലീസിൽ ലഭിച്ച പരാതി അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പെൺകുട്ടിയെയും യുവാവിനെയുമായി കോഴിക്കോട് നിന്ന് പിടിയിലായത്. കോഴിക്കോട് ഇവർ വനിതാ സെല്ലിലായിരുന്നു. പിന്നീട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. 2 ആളുകളും ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എന്താണ് ഈ പോലീസ് പറയുന്നത് എന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു അരുൺ. ഓക്കെ, എന്തായാലും നിർഭാഗ്യകരമായ സംഭവം. ഗോകുലിനെയാണ് ഇന്നലെ രാത്രിയിൽ കൽപ്പറ്റയിൽ ഗോകുലിനെയും ആ പെൺകുട്ടിയെയും കോഴിക്കോട് നിന്നും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും രാത്രിയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇന്ന് പുലർച്ചയോടുകൂടി ശുചിമുറിയിൽ കയറി ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് പോലീസിന് ഇതിൽ കാര്യം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഇനി പുറത്തു വരണം. ഈ പെൺകുട്ടി പ്രായപൂർത്തിയായതാണ് എന്നതാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് ഇങ്ങനെ തടഞ്ഞു വയ്ക്കാനൊക്കെ കഴിയൂ. അതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, രണ്ടുപേരും ഒരേ ഗോത്ര വിഭാഗത്തിൽ പെട്ടവരാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, ഈ പെൺകുട്ടി അറിയില്ല എന്ന് ബന്ധുവും സഹോദരനും ഇപ്പോൾ പറയുന്നതും നമ്മൾ കണ്ടു.